ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മളിന്ന് മൂന്നാർ രണ്ടാം ദിവസമാണ്. അങ്ങനെ രാവിലെ നമ്മൾ ഗസ്റ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ഇറങ്ങി ഇന്ന് സൈറ്റ് സീൻ ഡേ ആണ്. അതായത് മൂന്നാറിലെ പ്രധാനപ്പെട്ട സ്പോട്ടുകൾ മൊത്തം നമ്മളിന്ന് കവറാക്കുന്ന ദിവസമാണ്. അങ്ങനെ ആദ്യം പോകുന്നത് നേരെ എക്കോ പോയിൻറ്റിലോട്ടാണ് പോകുന്നത്. എക്കോ പോയിൻറ്റിലോട്ട് പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. അതായത് ഫോട്ടോ പോയിൻറ്റ്, വ്യൂ പോയിൻറ്റ്, കണ്ണൻദേവൻ്റെ ടീ ഫാക്ടറി. അങ്ങനെ ടീ ഫാക്ടറി കടന്നിട്ട് വേണം നമ്മൾ നേരെ മാട്ടുപ്പെട്ടി ഡാമിലെത്തിയിട്ടുണ്ട്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ വിശദമായ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ മാട്ടുപ്പെട്ടി ഡാമും കവർ ചെയ്തിട്ട് നമ്മൾ നേരെ യൂക്കാലിപ്സ് മരങ്ങളുടെ ഇടയിലൂടെ എക്കോ പോയിൻറ്റിലോട്ടുള്ള യാത്രയിലാണ്. എക്കോ പോയിൻറ്റ് അതിൻ്റെ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഈ ജംഗ്ഷൻ്റെ അടുത്തുനിന്ന് റൈറ്റിലോട്ട് തിരിയുന്ന ആ ഒരു ഡിവിഷൻ കണ്ടു. ആ ഒരു ഡിവിഷനിലാണ് ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമുള്ളത്. അതായത് മീശപ്പുലിമല എന്ന് പറയുന്നൊരു സ്ഥലം നിൽക്കുന്നത് അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എക്കോ പോയിൻറ്റിൽ എത്തിയിട്ടുണ്ട്. എക്കോ പോയിൻറ്റ് വന്ന് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ അവിടെയൊക്കെ എൻജോയ് ചെയ്തിട്ട് നേരെ മൂന്നാർ ടൗണിലെത്തിയിട്ടുണ്ട്. മൂന്നാർ ടൗണിൽ നമ്മൾ നേരെ പോകുന്നത് ടീ മ്യൂസിയത്തിലോട്ടാണ്. ടീ മ്യൂസിയത്തിൽ കുറേ സമയം, അതായത് ഏകദേശം 1 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വണ്ടിയിലിരുന്ന് റെസ്റ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗസ്റ്റ് അവിടെ എൻജോയ് ചെയ്തിട്ട് അവർ 1 മണിക്കൂർ കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ CSI ചർച്ചിലാണ് പോയത്. CSI ചർച്ച് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു ചർച്ചാണ്. മൂന്നാർ ടൗണിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അലിബാബയിൽ വന്ന് ഫുഡും കഴിച്ചു. നമ്മളെല്ലാവരും വന്ന് ഫുഡും കഴിച്ചു. പക്ഷേ അലിബാബയിലെ ഫുഡ് ഗസ്റ്റിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മുടെ മല്ലൂസിന് പറ്റിയ ഫുഡുകളൊക്കെ അവിടെ വളരെ റെയറാണ്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പറക്കാട് റിസോർട്ടിൽ വന്നു.